ചെറുതും വലുതും വില കൂടിയതും കുറഞ്ഞതുമായ വിവിധ തരം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. അതിൽ പലതരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതും പതിവാണ്. എന്നാൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് അവയുടെ സുരക്ഷ കർശനമായി പരിശോധിക്കണമെന്ന് ബഹ്റൈനിലെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വ്യാജ ഉറവിടങ്ങളിൽ നിന്നുള്ള ആപ്പുകൾ വഴി ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ ചോർത്തപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അൽ അമാൻ പരിപാടിയിൽ സംസാരിക്കവേ ഹിത് പോലീസ് സ്റ്റേഷൻ മേധാവി കേണൽ ഡോക്ടർ ഒസാമ ബഹറാണ് ഈ നിർണായക വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മുടെയെല്ലാം ഡാറ്റ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ആപ്പുകളുടെ കൃത്യമായ കണക്കുകൾ ലഭ്യമായിട്ടില്ലെങ്കിലും ദിവസേന ഏകദേശം 4,50,000-ഓളം മാൽവെയർ ആപ്പുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ടെന്നാണ് കണ്ടെത്തലുകൾ. ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് അടുത്തിടെ പ്രചരിച്ച BH അലേർട്ട് എന്ന വ്യാജ അടിയന്തര അലേർട്ട് ആപ്പ്. ഔദ്യോഗിക സിവിൽ ഡിഫൻസ് സേവനം എന്ന വ്യാജാനെ പാസ്വേഡുകളും ബാങ്കിംഗ് വിവരങ്ങളും ചോർത്താനാണ് ഇത് ഉപയോഗിച്ചത്. സിവിൽ ഡിഫൻസ്, ആഭ്യന്തര മന്ത്രാലയം, ഇൻഫർമേഷൻ ആൻഡ് ഇ-ഗവൺമെന്റ് അതോറിറ്റി എന്നിവയെ അനുകരിച്ചായിരുന്നു ഈ തട്ടിപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെ മാതൃകയിലുള്ള വ്യാജ വെബ്സൈറ്റുകൾ വഴി 1,00,000-ലധികം തവണയാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യപ്പെട്ടത്. അധികൃതരുടെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്: ഔദ്യോഗിക ആപ്പ് സ്റ്റോറുകൾ മാത്രം ഉപയോഗിക്കുക, അസ്വാഭാവിക അനുമതികൾ പരിശോധിക്കുക, ആവശ്യമില്ലാത്ത ആപ്പുകൾ നീക്കം ചെയ്യുക, ഫോൺ സുരക്ഷിതമായി സൂക്ഷിക്കാൻ നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമതായി, ഉപഭോക്താക്കൾ തങ്ങളുടെ ഫോണുകളിലെ ഔദ്യോഗിക ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് മാത്രം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായി, സാധാരണ ആപ്പുകൾ നൽകുന്നതിനേക്കാൾ അസ്വാഭാവികമായ അനുമതികൾ ചോദിക്കുന്ന ആപ്പുകളെ വളരെ സൂക്ഷിക്കുക. ഉദാഹരണത്തിന്, ഒരു ഫ്ലാഷ് പ്ലെയർ ആപ്പിന് ഫോണിന്റെ ലൊക്കേഷനോ കോൺടാക്റ്റുകളോ ആവശ്യമില്ല. ഇത്തരം അനാവശ്യ അനുമതികൾ ബാങ്ക് അക്കൗണ്ടുകൾ ചോർത്താൻ ഇടയായേക്കാം. ഫോൺ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി ആവശ്യമില്ലാത്ത ആപ്പുകൾ ഉടൻ നീക്കം ചെയ്യാനും ഔദ്യോഗികവും വിശ്വസനീയവുമായ ആപ്പുകൾ മാത്രം ഉപയോഗിക്കാനും അധികൃതർ അഭ്യർത്ഥിക്കുന്നു. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ സംവിധാനങ്ങളും വളരെയേറെ ശ്രദ്ധയോടെയാണ് നാം ഉപയോഗിക്കേണ്ടത്. നമുക്ക് ചുറ്റും ഒരു ചൂണ്ടയിട്ടാണ് വ്യാജന്മാർ നിലകൊള്ളുന്നത്. നമ്മെ സൂക്ഷിക്കേണ്ടത് നാം തന്നെയാണെന്ന ബോധ്യം എപ്പോഴും ഉണ്ടാകട്ടെ.